ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് QFS വീലത്തെ 4ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ബേസിലാണ്. അപ്പം ഈ ബേസ് ഞാനിപ്പോൾ ഇത്ര വലുതാക്കിയിരുന്നു. പിന്നെ നമ്മൾ ഇത്ര വുഡെല്ലാം വെട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും രീതിയിൽ കാശ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം 53 പേരുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. എനിക്കിപ്പം 160K ആയി. ഞാൻ ഇതിൽ ഓപ്ഷൻ ഹൗസിൽ കുറച്ച് സാധനം ഇട്ടായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ ടോട്ടം ഉണ്ട്, ഇതുവരെ ആരും വാങ്ങിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓപ്ഷൻ പിന്നെ വേറെ അങ്ങനെയുണ്ട്. നമുക്ക് പിന്നെ ഓരോ സാധനം വാങ്ങിക്കുകയും ചെയ്യാം, ഓരോ സാധനം സെല്ല് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ എനിക്കിപ്പോൾ ഈ എൽട്രയെ വാങ്ങിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പം കാശ് കളയുന്നത് ശരിയല്ല. ഓക്കെ, അപ്പം നമുക്ക് ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്കൊന്ന് വൈൽഡ് അടിച്ച് പോയേക്കാം. ഓ ഗായ്സ്, നമ്മൾ ഈ ഫോറസ്റ്റിലാണ് എത്തിയേക്കുന്നത്. നോട്ട് സേഫ്. പിന്നെ ഞാൻ വേറെ ടീമിലേക്ക് മാറിയായിരുന്നു. എൻ്റെ ടീം ഞാൻ കളഞ്ഞു. ഇപ്പം പുതിയ ടീമിലാണ്. ഇപ്പം ഈ പിക്സൽ അവഞ്ചറാണ് എൻ്റെ ഓണർ. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്നാൽ മതി, ഞാൻ അഡ്മിനാണ്. ഞാൻ എല്ലാവരും ആഡ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് അവിടെ ഒരു കുറച്ച് പംകിൻ കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് പോയി മൈൻഡ് ചെയ്തേക്കാം. എന്താ പംകിന് 17 രൂപയുണ്ട്. ഇതെല്ലാം സെല് ചെയ്യാം. ഇത് രണ്ടും കിട്ടിയില്ല. ഓക്കെ, അപ്പം ഇത് 340 ഉണ്ട്, നമുക്കൊന്ന് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 340 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്തോടെ വെറുതെ നടക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ മണ്ടയിൽ എന്തോ കാണുന്നുണ്ട്. അതാ മറ്റേ ഫോറസ്റ്റിൻ്റെ ഒരു പുതിയതായിട്ട് വന്നൊരു ക്രീച്ചറില്ലേ, അതിൻ്റെ ഫോറസ്റ്റ്. അതിൻ്റെ പേര് ഞാൻ മറന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാം. കാര്യം നമുക്ക് ഈ വുഡ് അങ്ങോട്ട് എടുക്കാം. നമുക്ക് ഇവിടുന്ന് താഴേക്ക് പൊടിച്ച് പോകാം. ഇതാണ് നമുക്ക് എളുപ്പം. അതും അത്യാവശ്യം എല്ലാ വുഡും കിട്ടും ഇങ്ങനെ മണ്ടയിലേക്ക് ക്ലൈംബ് ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മരം കയറുന്ന പോലെ വന്നിട്ട് നമുക്ക് 43 വുഡ് കിട്ടുന്നുണ്ട്. അത് 600 രൂപ. നമുക്കത് സെല്ല് ചെയ്യുന്നില്ല, അത് നഷ്ടമാണ്. കോഴിയൊക്കെ നോക്കാം. അപ്പം നല്ലൊരു സെർവറാണിത്. ഞാൻ ഇതുവരെ കളിച്ചിട്ട് നല്ല സെർവറായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും കയറണം. ഞാൻ ഐ പി ഇവിടെ ഇട്ടേക്കാം. അതിനാണ് സോംബിയോ, വില്ലേജർ സോംബി. ഒറ്റത്തില്ല, ജസ്റ്റ് മിസ്. ഇപ്പം തീരുമാനമായി. നമുക്ക് ഹങ്കറും കിട്ടി ഗൈസ്. നമുക്ക് ഷോപ്പിൽ പോയി നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും ഗൈസ്. കണ്ടോ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഹങ്കർ അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. കൊന്നു. ഇവരുടെ ലാഗ് അടിക്കുന്നുണ്ടല്ലോ, ചിലപ്പം എൻ്റെ ഫോണിൻ്റെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചുമ്മാ ഇതിലേക്കൊക്കെ നടക്കാം. ആക്സിൻ്റെ ഒക്കെ ഒറ്റ അടിക്ക് തീരേണ്ടതാണ്, എത്ര അടി അടിക്കുന്നു. ഓക്കെ, നമ്മളൊരു റിവ്യൂവിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ആരും അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. കാര്യം ചെയ്യാം, നമുക്ക് ആ മണ്ടയിൽ താഴെ അങ്ങോട്ട് എടുത്തേക്കാം.
നമ്മൾ ആയം വന്നിട്ടുണ്ട്. താഴെ പോയില്ലല്ലോ. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴേക്ക് പോയി ഒരായും. കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 റോയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് പിന്നെ എടുക്കാം. ഇവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് പോയാൽ അറിയില്ല. നമുക്ക് ഇവിടത്തെ പിടിക്കുന്നുണ്ട്. കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ മൈനിങ്ങിന് പോകുന്നില്ല. നമുക്കിപ്പോൾ ഇതൊരു ചുമ്മാ ഇങ്ങനെ നടക്കാം. പറ്റില്ല. പക്ഷേ ഈ ആണ്ട് നമ്മൾ കൊല്ലും. നമ്മൾ കൊന്നിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഈ ഫോറസ്റ്റിലേക്ക് കയറുന്നില്ല. വെറുതെ ആ മറ്റേ മോബിനെ കണ്ട അടിച്ചു വരാം. ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് ഇതുവഴി വല്ല നടന്നാൽ പോയി. അല്ലെങ്കിൽ നമുക്ക് നെതറിപ്പോയാലോ. നമുക്ക് ഇതുവരെ നമ്മൾ എൻജി പോയിട്ടില്ല. നമുക്ക് എൻജി പോവാം. ഓക്കെ, സെൻട്രൽ ഡ്രാഗൻ നമ്മൾ ചാകൂ. ഡ്രാഗൻ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ കഴിച്ചിട്ട് നമുക്കൊരു കോമൺ ക്രേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കോമൺ ക്രേറ്റ് എടുക്കാൻ പോകുന്നതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല. അടികിട്ടി. ഓ ഷിറ്റ്, നമ്മൾ മരിച്ചു ഗായ്സ്. അയ്യോ. അപ്പോൾ ഗായ്സ് ഇതല്ല. അപ്പോൾ ഗായ്സ് ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ബേസാണ്. ഇവിടെ നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ട്. ഓ ഗായ്സ് സോംബി. ഷിറ്റ് പിന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെ കൊണ്ടിട്ടുണ്ട്. നമ്മളിരുന്ന് ഒന്നും കയറി കഴിയും. കുഴപ്പമില്ല. നമുക്കൊന്നും കൂടെ നമുക്ക് എനിക്ക് എന്നാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തില്ല. പറ്റും. ജെന്റിൽമാനാണല്ലോ. നമ്മൾ ചത്തത് എവിടെയാണെന്ന് നമുക്കറിയുമായിരുന്നെങ്കിൽ നമുക്ക് സാധനം എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോകുമ്പം എൻഡർ ഡ്രാഗൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ ചത്തത്. സോ ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മളിങ്ങനെ കിടന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ പൊട്ടിക്കണം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വരിക. നമുക്ക് 8 രൂപ. നമ്മൾ ആ 8 രൂപ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കണം. 10 കിട്ടി. ഇപ്പോൾ 2 രൂപ ഓട്ടോ ഫ്ലാഷിന് കിട്ടി. ലാഭമായില്ലേ. ഇങ്ങനെ വെറുതെ കാണും. നമ്മൾ സെല് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. ഇപ്പം എന്താണ് 161K ആയി. നമ്മളങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഏതാണ്ട് ഇവിടെ എന്തുകൊണ്ട് ഇല്ല. ഓക്കെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. വണ്ടി കണ്ടി നോക്കരുത്. ഒന്നുകൂടെ നമുക്ക് TP അടിക്കാൻ പറ്റുമോ നോക്കാം. യെസ്, പറ്റും. എൻഡർ ഡ്രാഗൻ ഇല്ല ഗായ്സ്. ഇവിടെ എൻഡർ ഡ്രാഗൻ ഇല്ല. ഓ ഗായ്സ്, ഗായ്സ് നമ്മൾ അബദ്ധ സ്ഥലമായിട്ട് നോക്കി. ഗായ്സ് എൻഡർ ഡ്രാഗൻ ഒരാശിലായിരുന്നു. പോട്ടെ, ഒന്നും കൂടി വേണ്ടിയിട്ട് നോക്കാം. ഇരുപത്തെട്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടുത്തെ ബേസിൽ പറയാം. ഇത് ഷുഗർ കെയിൻ ഫാമാണ്. പിന്നെ ഇത് വില്ലേജിൻ്റെ. പിന്നെ നമുക്കിവിടെ കാക്ടസ് ഫാമുണ്ട്. ഇവിടെ ബാമ്പു ഫാമുണ്ട്. പിന്നെ 10 ബാമ്പു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സെല്ല് ചെയ്യാം. പമ്പ് ചെയ്ത്
നമുക്ക് 50 കിട്ടിയിട്ട് നമുക്ക് 161K. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് ഇതാ സ്റ്റിക്കി പിസ്റ്റൻ്റെ ഒക്കെയാണ്. ഇനി നമുക്കൊന്ന് വൈൽഡ് അടിച്ച് നോക്കാം ആയോന്ന്. ഓക്കെ ആയിട്ടുണ്ട്. സെൻറ്ററാകെ ഗൈസ് പറ്റി. ഇവിടെ എന്തൊക്കെയോ സൈൻ ബോർഡ് ഉണ്ടല്ലോ. ഞാനൊരു ട്രാപ്പ് നോക്കട്ടെ നല്ലേ. ഓ ഗൈസ് ഒരു ട്രാപ്പ്. ഇവന്മാർ ട്രാപ്പ് ഉണ്ടാക്കാൻ പോവാന്ന്. അയ്യോ അത് കുഴപ്പമാണല്ലോ. ഇപ്പോൾ 72 പ്ലെയർ ഉണ്ട് ഗൈസ്. ഇവിടെ ഒന്നും എൻ്ററാകാനില്ലേ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ മൊത്തം അരിച്ച് പെറുക്കി വെക്കാം. കിട്ടുന്നവിടെ വരെ നമ്മളിവിടെ നിൽക്കും. അല്ല നമ്മൾ അങ്ങനെ നോക്കിയാൽ ശരിയല്ലല്ലോ. അവിടെ എന്തോ വെട്ടമുണ്ട്. സെൻട്രൽ ചെസ്റ്റ് എന്ന് തോന്നുന്നു. അത് ഗൈസ് സെൻട്രൽ ചെസ്റ്റ്. നമുക്ക് ഡയമണ്ട് ആർമർ ഷൾക്കർ ബോക്സ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ എടുക്കാത്തതാണ്. നമുക്ക് ഇതെടുത്ത് വരുന്നില്ല. ആവശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് ഒന്നുകൂടി വൈൽഡ് അടിച്ച് നോക്കാം. പറ്റും. യെസ് പറ്റും ഗായ്സ്. ഗൈസ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇതും എൻട്രൻസ് ആകാനുള്ള സ്ഥലമല്ല. ഷോ ഗൈസ് പേടക്കൊന്നും ലാഗ് അടിച്ചായിരുന്നു. അതാ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഗൈസ് അപ്പോൾ നമ്മളുടെ സാധനം പോയെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് വൈൽഡ് അടിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് വൈൽഡ് അടിക്കാം. 7 സെക്കൻഡ് അടിച്ചു വെച്ചേക്കാം. ഓക്കെ ആയെന്ന് തോന്നുന്നു. യെസ് ഗൈസ് ഇതാണെങ്കിലും ഗൈസ് ഇല്ല ഗൈസ് പറ്റിച്ച് ഗൈസ് നമ്മളെ പറ്റിച്ച് ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ നിന്ന് എൻ്റർഡ്രാഗൺ ഇല്ലാത്ത എന്താണ് ഗൈസ്? എൻ്റർഡ്രാഗൺ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഡയമണ്ട് പിക്കെങ്കിലും കിട്ടിയേനെ ഗൈസ്. സാഡ് പോയി നമ്മുടെ പിക്ക് പോയി ഗൈസ്. ഇവിടെ എന്തൊക്കെ കിടക്കുന്നു? ആർമറാണ് ഗൈസ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സെല്ല് ചെയ്യുന്നത് ഗൈസ്. നമുക്ക് 59 രൂപ കിട്ടിയിട്ടുണ്ട് വെറുതെ ഗൈസ്. നമുക്ക് ഫ്രൂട്ട് എടുക്കണം ഗൈസ്. ഫ്രൂട്ട് എടുക്കണം ഗൈസ്. പരമാവധി ഡാമേജ് അടിക്കാതെ പോകും, അത് നല്ലത്. ഓക്കെ നമ്മൾ ആ ഫ്രൂട്ടിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിനൊന്നിന് 4 രൂപ ഗൈസ്. എൻ്റർമാനെ ചോദിക്കണം ഗൈസ്. നമ്മളെ എൻ്റർമാൻ കാരണമാണ് നമ്മൾ ഒരു തവണ മരിച്ചത്. ഇനി നമ്മൾ മരിക്കൂല, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ മണ്ടേ കണ്ടായിരുന്നു ഒരു ഫ്രൂട്ട്. നമുക്ക് അത് പോയി എടുക്കാം. എൻ്റെ അടിയിൽ നിന്ന് പൊട്ടിക്കണം. മണ്ടേനെ പോയി. നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ആരൊക്കെയോ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടുത്തെ സോഴ്സ് ഫ്രൂട്ട് ഇത്രയല്ല വരേണ്ടത്. ഓ ഗായ്സ് അങ്ങറ്റത്ത് കുറേ സോഴ്സ് ഫ്രൂട്ട് കാണാം. കഥ പോയി എടുത്തേക്കാം. ഗായ്സ് ഒരു രക്ഷയില്ല ഗായ്സ്. നമുക്ക് ഈ ചോറസ് ഫ്ലവർ, ഇതാണ് ചോറസ് ഫ്ലവർ. ഇതേ തന്നെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ചോറസ് ഫ്ലവർ കിട്ടും. ഓക്കെ നമുക്ക് ഇതിന് കിട്ടുക. ഇതിന് 3 രൂപ, ഇതിന് 4 രൂപ. ഇപ്പോൾ വലിയ വ്യത്യാസം ഒന്നുമില്ല. ഒരു ആക്സ് വാങ്ങി വരുന്നത്. തിരിഞ്ഞോടുക, വേറെ ഒന്നും നമുക്കിപ്പോൾ ചെയ്യാനില്ല. തിരിഞ്ഞോടുക. പുറകെയുണ്ട് ഗൈസ്. എൻ്റർമാൻ പുറകെയുണ്ട് ഗൈസ്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ നമ്മൾ മരിച്ചു ഗൈസ്. ഇപ്പോൾ പുറകെയുണ്ട്. ഓ ഗൈസ് അടിക്കുന്നു ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഓയിലേക്ക് ചാടാം. ഓക്കെ 131 രൂപ കിട്ടി ഗൈസ് നമ്മൾ മരിച്ചിട്ടാണെങ്കിൽ. അപ്പോൾ ഗൈസ് ഇതാരാ? ഇതൊക്കെ ആരാ? നമ്മുടെ ബേസിലായിരിക്കും വന്ന് ഗൈസ്. കാര്യം ചോദിക്കാം.
നോക്കി നടക്കും ഗൈസ്. അവനെ അങ്ങോട്ട് കൊന്നേക്കാം. എന്താണെന്ന് വെച്ചാൽ വെറുതെ വന്നിട്ട് ഇവിടെ അടിക്കുന്ന ശരിയല്ലോ. അപ്പോൾ അവനെ അങ്ങോട്ട് തട്ടിയേക്കാം. നമ്മുടെ ചോറ് എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ അടിപൊളിയായിട്ട് തന്നെ കൊന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെസ്റ്റ് പ്ലേസ് കിട്ടി. ഓക്കെ, ഒരു അയൺ ചെസ്റ്റ് പ്ലേസ് നോക്കിയിട്ടേക്കാം. അയൺ ബൂട്ട്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം. അയൺ പിക്കല്ല എടുക്കാം. ബാക്കി നമുക്ക് സെല്ല് ചെയ്യാം. നമ്മൾ സെല്ല് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം. നമുക്ക് 25 രൂപ കിട്ടി കഴിച്ചു. എടുത്ത് നമുക്ക് എന്താ ഇത് പിന്നെ കഴിച്ചു. നമുക്ക് 3 മിനിറ്റ് ഇടാൻ കഴിച്ചു. നമ്മൾ 3 മിനിറ്റ് കയറുവാണെങ്കിൽ നമുക്കൊന്നും കൂടെ മെസ്സേജ് കൂടെ ഇടാം. ഓക്കെ, അങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് തേങ്ങാൽമാർ കിട്ടുന്നുണ്ട്. കുറെ നേരം ഗൈസ്. സംഭവം ഗൈസ്. നമ്മളങ്ങനെ വൃത്തിക്കാണ് കൊണ്ടിട്ടുണ്ട്. തേങ്ങാൽമാർ എല്ലാം എടുത്തേക്കാം. നമുക്ക് അത് സെല്ല് ചെയ്യാം. നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. നമ്മൾ ഇത്രയും പേര് ടീം. ഓക്കെ, നമുക്കത് ആ തേങ്ങാൽമാർ മൊത്തം സെല്ല് ചെയ്തേക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എടുത്തു വെച്ചേക്കാം, ആവശ്യം വരും. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചു. ലാഗ് മാറുന്നിട വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ടീമിലുള്ള നമുക്ക് ഇവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഹായ് ഇട്ടിട്ടുണ്ട്. അൺഫെയർ അഡ്വാൻറ്റേജിന് ഇപ്പോൾ അവനെ ബാൻ ചെയ്ത് കഴിച്ചു. ഇപ്പം ഇവിടെ ഞാൻ ബാൻ ചെയ്ത് കഴിച്ചു. ഇതാണ് കഴിച്ചു 50 SMT ബാൻ MS99 for 10 minutes for unfair advantage. ഗൈസ്, അവന് കൊന്നു കഴിച്ചു ഗൈസ്. അപ്പം നമുക്ക് ഇനി മെസ്സേജ് വെച്ചോളാം ഗൈസ്. അവൻ പാർട്ടി ഇനി വന്നു കഴിച്ചു. ഗൈസ്, അപ്പോൾ അവനെ അടിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ അടിക്കുന്നില്ല. ഗൈസ്, അപ്പോൾ ഇവിടെ വില്ലേജിൽ നിന്ന് ഭയങ്കര സൗണ്ടാണ്. പിന്നെ കൊല്ലണോ എന്നൊരു സംശയം. നമുക്കൊരു മെസ്സേജ് നോക്കാം. നമ്മളവനെ കൊന്നിട്ടുണ്ട്. അത് എത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ കണ്ടുപോയി.
നമ്മുടെ ബേസ് ഉണ്ട് നമ്മൾ കളിക്കണം. നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് പൊട്ടിക്കാന്ന് വെച്ചാൽ അവൻ സമ്മതിക്കും. ചത്തിട്ടുണ്ടാവും. തൽക്കാലം ഈ സൈഡിലേക്ക് ഒന്ന് മാറിയിരിക്കും. വന്നാല് പോയി നമ്മൾ ഹോം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ പോയ നേരത്തിലായിരിക്കും. നമുക്ക് ഈ ബെഡ് ഇവിടെ തന്നെ കൂടെ വെച്ചേക്കാം. റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. ഇതാണ് അവൻ പിന്നെ വന്നത്. നമുക്ക് ടീം കിട്ടേക്കാം. ഇനി എങ്ങാനും ഓക്കെ പറഞ്ഞാലോ. അടിച്ചു വെച്ചു നമ്മളെ. ഹലോ ബ്രോ, ഹലോ ബ്രോ മൈക്ക് ഓൺ. ഹലോ ബ്രോ, ഹലോ സച്ചു. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി. ഹലോ ബ്രോ, ഹലോ ഹലോ സച്ചു, സച്ചു ഹലോ കേൾക്കാവോ സച്ചു? സച്ചു ഹലോ ബ്രോ, എന്തോ കുഴപ്പമില്ല. ഹലോ സച്ചു, ലൈഫ് കംപ്ലീറ്റ്. ഹലോ സച്ചു, സച്ചു ഹലോ ബ്രോ, ബ്രോ എന്തെങ്കിലും പറ ബ്രോ. ഹലോ ബ്രോ, കേൾക്കാമെങ്കിൽ ഒന്ന് കളിച്ച് ചെയ്യാമോ? ഞാൻ പറയുന്നേക്കാം, കളിച്ച് ചെയ്യാമോ ബ്രോ? ഹലോ സച്ചു. അപ്പം നമുക്ക് മെസ്സേജ് അയക്കാം. ഹലോ ബ്രോ, സച്ചു. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടു. സച്ചു ഹലോ ബ്രോ, സച്ചു ഹലോ ബ്രോ, സച്ചു. ഗൈസ് അവൻ്റെ രക്ഷയില്ല ഗൈസ്. ചുമ്മാ നമുക്കിട്ട് പണി തരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ലാഗടിച്ച് ഗൈസ്. ലാഗടിക്കുന്ന മാറുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ലാഗ് മാറിയിട്ടുണ്ട് ഗൈസ്. തൽക്കാലം ഗൈസ് ഇതുപോലെ സ്ഥലത്ത് ബുക്ക് എൻ്റെ കൊണ്ട് റീസോൺ പോയിന്റ് സെറ്റ് ചെയ്തത്. ഓക്കെ ഇവിടെ താഴെ ഇതെല്ലാം മോൺസ്റ്റർ. ആ സോമ്പി ഇതിൻ്റെ ഇപ്പോഴും ഉണ്ട്. നമ്മളത് വെച്ചിട്ടുണ്ട്. നമ്മളാവശ്യമില്ല വേണ്ട.
ബോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് അത്യാവശ്യം കാണാം. ബൈ ബൈ.